തായ്ലൻഡിന്റെ ഭാഗമായ ഫുക്കറ്റിലെ ചലോങ് നദിയിലൂടെയുള്ള ബോട്ട് യാത്ര തുടരുകയാണ്. ഐലൻഡ് സഫാരി എന്ന ടൂർ കമ്പനി നടത്തുന്ന വില്ലേജ് ടൂറിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 15ഓളം വരുന്ന സഞ്ചാരികൾ ഒരു ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാളവണ്ടിയിൽ കുറേ നേരം യാത്ര ചെയ്ത് ഒടുവിൽ ഒരു കടവിലെത്തി അവിടെ നിന്നും ഒരു ബോട്ടിൽ കയറിയാണ് ചലോങ് നദിയിലൂടെയുള്ള ഈ യാത്ര. എന്റെ സഹയാത്രികരായ ചൈനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ യാത്ര അത്ര അത്ഭുതകരമായി തോന്നുന്നുണ്ടോ എന്നറിയില്ല. എനിക്കാകട്ടെ തികച്ചും വ്യത്യസ്തമായ തായ് ഭൂപ്രകൃതിയാണ് അനുഭവവേദ്യമാകുന്നത്. ഫുക്കറ്റിന്റെ ഉൾനാടുകളുടെയും മുക്കുവ ഗ്രാമങ്ങളുടെയും കണ്ടൽക്കാടുകളുടെയും കാഴ്ച. ഞാനതെല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ടൂറിസ്റ്റുകൾക്കും രസിക്കുന്ന കാഴ്ചകളാവണം ഇതെന്നില്ല. എന്നാൽ പട്ടണങ്ങളുടെയും അവിടുത്തെ നൈറ്റ് ലൈഫിന്റെയും ആഘോഷത്തിന്റെയും കാഴ്ചകളിൽ നിന്നകന്ന്, ബീച്ചുകളിൽ നിന്നകന്ന് തായ്ലൻഡിന്റെ തനി ഗ്രാമീണ ജീവിതം അടുത്തറിയാനുള്ള അവസരമാണിത്. ആ കാഴ്ചകളിൽ കാർഷിക ജീവിതമുണ്ട്, മുക്കുവ ജീവിതവുമുണ്ട്. ഏതാണ്ട് അരമണിക്കൂറായി ഈ ബോട്ട് യാത്ര തുടങ്ങിയിട്ട്. യാത്രക്കിടയിൽ പലയിടത്തും ഗ്രാമങ്ങൾ കാണാം. ഒടുവിൽ ബോട്ട് മുയാങ് ഫുക്കറ്റ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ബോട്ട് മുയാങ്ങിന്റെ കടവിലടുത്തു. കനോയിങ്, കയാക്കിംഗ് ഉപകരണങ്ങളെല്ലാം കാണാം ഇവിടെ. ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകാനുള്ളവയാണവ. ചലോങ്ങിന്റെ കലക്കവെള്ളത്തിൽ വള്ളം തുഴയൽ അത്ര രസകരമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. തന്നെയുമല്ല, ഈ സംഘത്തിന്റെ കൂടെയാണ് എനിക്ക് പോകേണ്ടത്. ഗ്രാമീണർ അലസമായി മരത്തണലുകളിൽ അങ്ങനെ ഇരിക്കുന്നു. തായ്ലൻഡിലെ ആളുകൾ അല്പം നിസ്സംഗരും അലസരുമെല്ലാമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടൂറിസത്തിലൂടെ പലരും പണമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണർ പൊതുവെ ഒരു വിശ്രമ മൂഡിലായിരിക്കും എപ്പോഴും. ഇവിടെ നിന്നും ഒരു പിക്കപ്പ് വാഹനത്തിൽ വേണം നേരത്തെ കാളവണ്ടിയിൽ ടൂർ തുടങ്ങിയ സ്ഥലത്തേക്ക് പോകാൻ. ചലോങ് വില്ലേജിലേക്കാണ് ഈ മടക്കയാത്ര. ഗ്രാമീണ പാതകൾ പലയിടത്തും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഉൾനാടുകളിൽ തെങ്ങും മാവുമെല്ലാമുള്ള തൊടികൾ കാണാം. ഇതൊക്കെയാണ് ഫുക്കറ്റിലെ തനി ഗ്രാമീണമായ പ്രദേശം. എങ്കിലും ഇവിടെയും ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്നുണ്ട്. ചലോങ്ങിൽ ചെറിയൊരു മണ്ഡപത്തിനടുത്താണ് വാഹനത്തിൽ നിന്നിറങ്ങിയത്. ഇതിവിടുത്തെ ഒരു ബോക്സിംഗ് റിംഗാണ്. ചെറിയൊരു ഗാലറിയൊക്കെയായി ഒരു റിംഗ്. തായ്ലൻഡുകാരുടെ ഗ്രാമീണ വിനോദമാണ് കിക്ക് ബോക്സിംഗ്. ഇന്ന് ലോകപ്രശസ്തമാണ് ഈ കായിക ഇനം. ഒരേ സമയം ബോക്സിംഗും കാലുകൾ കൊണ്ട് എതിരാളിയെ പ്രഹരമേൽപ്പിക്കലുമാണ് കിക്ക് ബോക്സിംഗിന്റെ പ്രത്യേകത. തായ്ലൻഡിലെ ഏതൊരു ഗ്രാമത്തിലും അരങ്ങേറുന്ന ഒരു പരിപാടി. കിക്ക് ബോക്സിംഗിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണിവിടെ. ബോക്സിംഗ് തുടങ്ങും മുൻപ് ചില പ്രത്യേക ആചാരങ്ങളും പ്രാർത്ഥനയുമെല്ലാമുണ്ട്. നമ്മുടെ ചില ഗ്രാമങ്ങളിൽ പണ്ട് കളരിപ്പയറ്റ് വ്യാപകമായിരുന്നതുപോലെ തായ് ഗ്രാമങ്ങളിൽ കിക്ക് ബോക്സിംഗ് ചെറുപ്പം മുതൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഗ്രാമത്തിൽ അവധി ദിനങ്ങളിൽ കിക്ക് ബോക്സിംഗ് മത്സരങ്ങളുമുണ്ടാവും. ഇപ്പോഴാകട്ടെ ഇത് ടൂറിസത്തിന്റെ ഭാഗമായി കൂടി വളർന്നു കഴിഞ്ഞു. ടൂറിസ്റ്റുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടി. ടൂറിസ്റ്റുകളെ കൂടി റിങ്ങിലിറക്കി പരിപാടിയിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നു. വന്നിരിക്കുന്ന സഞ്ചാരികൾക്ക് കിക്ക് ബോക്സിംഗിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. റിങ്ങിൽ റഫറിയുടെ റോളിലുള്ള ആ യുവതിയാണ് ഞങ്ങളുടെ സംഘത്തിലെ ടൂർ ഗൈഡ്. എങ്ങനെയാണ് ഇടിക്കേണ്ടത്, എങ്ങനെയാണ് തടുക്കേണ്ടത് എന്നിവയെല്ലാം അവർ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം കൈകൾ കൊണ്ടിടിച്ചാണ് പരിശീലനമെങ്കിലും കിക്ക് അഥവാ തുഴിയാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. ഇത്തരം ഓരോ ഗ്രാമത്തിലും കെട്ടിയുണ്ടാക്കിയ റിങ്ങുകളിൽ കിക്ക് ബോക്സിംഗിന്റെ പരിശീലനം നിരന്തരം നടക്കുന്നുണ്ടിവിടെ. ഇന്നാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണിത്. മുവായ് തായ് എന്ന പരമ്പരാഗത തായ് ആയോധന കലയിൽ നിന്നുമാണ് കിക്ക് ബോക്സിംഗിന്റെ ഉത്ഭവം. പലതരം ചുവടുകളും ഇടിയും പരിശീലിപ്പിക്കുന്നുണ്ട് ഗൈഡ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല കിക്ക് ബോക്സിംഗിന്. തായ്ലൻഡിലേക്ക് യൂറോപ്യർ എത്തുകയും
അവരിൽ നിന്ന് ബോക്സിംഗ് കണ്ടുപഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തതോടെ തായ് ജനത ബോക്സിങ്ങിനെ തങ്ങളുടേതായ രീതിയിൽ ഒന്ന് പരുവപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥ ബോക്സിംഗിന്റെയും കരാട്ടയുടെയും മുവാ തായിയുടെയും അംശങ്ങൾ കിക്ക് ബോക്സിംഗിൽ കാണാം. ഇത്തരത്തിലുള്ള കിക്കുകളാണ് ഈ കലയുടെ പ്രത്യേകത. പരിശീലന സമയത്ത് മാത്രമേ തടുക്കുന്നയാൾ കൈകളിൽ ഇത്തരം പ്രത്യേക പാഡുകൾ ധരിക്കുകയുള്ളൂ. ഏതായാലും പുതുതായി ചെന്ന ഇടിക്കാർ രണ്ടുപേരും ജയിച്ചതായി പ്രഖ്യാപിച്ച് നാട്ടുംപുറത്തുകാരനായ ഗൈഡ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യേണ്ട വിധം വരെ അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇതാണ് കിക്ക് ബോക്സിംഗിന്റെ ഒരു പൊസിഷൻ. ഇന്ന് ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഒരു ചടങ്ങ് മാത്രമാണെങ്കിലും തായ്ലൻഡിന്റെ ഗ്രാമീണ വിനോദങ്ങൾ അടുത്തറിയാനുള്ള ഒരു അവസരമാണ് സന്ദർശകർക്ക് ഇത്. ബോക്സിംഗ് റിംഗിൽ നിന്നും ഇനി നാട്ടുവഴികളിലൂടെ നടത്തം തുടരണം. തനി കേരളീയമായ ഭൂപ്രകൃതി. ഒരു നെൽവയലിന്റെ വരമ്പിലൂടെ ഞങ്ങൾ നടന്നു. തഴച്ചു വളരുന്ന നെല്ല് കതിരിടുന്നതേയുള്ളൂ. നോക്കുകുത്തിയുമുണ്ട് വയലിൽ. പൂച്ചമ്പകവും പേരയും ചാമ്പമരവുമെല്ലാമുള്ള വഴിയോരങ്ങൾ. ഇത് കേരളത്തിലൂടെ തന്നെയുള്ള യാത്രയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും. മണ്ണിന് മാത്രം കേരളത്തിലേതുപോലെ ചുവപ്പ് നിറമല്ല. വഴിയോരങ്ങളിൽ അയവെട്ടി വിശ്രമിക്കുന്ന പോത്തും എരുമയും. ഇവിടെ ഒരു വലിയ പന്തലുണ്ട്. കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കുന്ന ഒരു കടയാണത്. അതിനു മുന്നിലുമുണ്ട് ഒരു പോത്ത്. ഇവിടെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. സഞ്ചാരികൾക്ക് പോത്തിൻ പുറത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാം. ഉടമയ്ക്ക് ചെറിയൊരു ടിപ്പ് നൽകിയാൽ മതി. കൂറ്റനൊരു പോത്താണ്. വളഞ്ഞു കൂർത്ത വിരിഞ്ഞ കൊമ്പുകളുമായി അവനങ്ങനെ നിൽക്കുന്നു. പോത്തിൻ പുറം തുടച്ചു വൃത്തിയാക്കി. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഒരു സായിപ്പ് ആ മഹിഷത്തിന്റെ പുറത്തു കയറി അല്പനേരത്തേക്ക് യമധർമ്മനായി. ഇതും ടൂറിസ്റ്റുകൾക്കൊരു കൗതുകം. പോത്തിനെ വളർത്തുന്ന ഗ്രാമീണനാകട്ടെ ഒരു അധിക വരുമാനവും. അധിക നേരം അവിടെ ഇരുത്താതെ സായിപ്പിനെ പോത്തു മുതലാളി താഴെയിറക്കി. ഒരു കാർഷിക ഗ്രാമത്തിന്റെ എല്ലാ കാഴ്ചകളുമുണ്ട് ഇവിടെ. വയലിറമ്പിലൂടെയുള്ള നാട്ടുവഴി, കാവൽപ്പുര, നെൽവയലുകൾ എല്ലാം. ചൈനയിൽ നിന്ന് വന്ന ഒരു അച്ഛനും മകനും പോത്തിന്റെ പുറത്തിരുന്ന് സെൽഫി എടുത്തു. ഏതു നാട്ടുകാരിലുമുണ്ട് സെൽഫി കമ്പം. പോത്ത് തായ്ലൻഡിൽ സവാരി വാഹനം കൂടിയാണ്. തായ്ലൻഡിൽ മാത്രമല്ല, ചൈന, വിയറ്റ്നാം, ലാവോസ് തുടങ്ങിയവിടങ്ങളിലെല്ലാം ഗ്രാമീണർ പോത്തിൻ പുറത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തായ് പരമ്പരാഗത രീതിയിലുള്ള വീടുകളാണ് അക്കാണുന്നത്. ടൂർ സംഘത്തിന് ഇത് വിശ്രമ സമയമാണ്. ഒരു വീടിന്റെ തിണ്ണയിൽ ഞാനും കാത്തുനിന്നു. മുളയും ചുരുളും ഉപയോഗിച്ചുള്ള ധാരാളം വീട്ടുപകരണങ്ങൾ ഇവിടെ ഉപയോഗത്തിലുണ്ട്. തായ് ഗ്രാമീണ വീടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണിത്. ഇൻഡോ ചൈന മേഖലയിൽ തന്നെ മുള കൊണ്ടുള്ള മുറം, കൊട്ട, വട്ടി തുടങ്ങിയ വീട്ടുപകരണങ്ങളെല്ലാം സാധാരണമാണല്ലോ. കുറച്ചുനേരം നാട്ടിൻപുറ കാഴ്ചകൾ കണ്ട് ഞാനിരുന്നു. മറ്റൊരു ഭാഗത്തെ നാട്ടുവഴിയിലൂടെ വേറെ ചില ടൂർ സംഘങ്ങൾ കാളവണ്ടിയിൽ സഞ്ചാരം തുടരുകയാണ്. നഗരങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇതെല്ലാം കൗതുകവും നവ്യമായ അനുഭവവുമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാളവണ്ടി നേരിൽ കണ്ടിട്ടില്ലാത്തവരായിരിക്കും അവർ. അപ്പോഴുണ്ട് ഒരു കുന്നിറങ്ങി ആനകൾ വരുന്നു. വില്ലേജ് ടൂറിന്റെ ഭാഗമായി ഇനി കുറേ നേരം ആനപ്പുറത്ത് സഞ്ചരിക്കാം. ഞങ്ങൾ നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ആനപ്പുറത്തേക്ക് കയറാൻ ഒരു സംവിധാനമുണ്ട്. ഒരു ഉയർന്ന തറ. അവിടെ നിന്നും 2-3 ആളുകൾ വീതം ആനപ്പുറത്ത് കയറുന്നു. ഐലൻഡ് സഫാരിയുടെ വില്ലേജ് ടൂർ ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. ഈ യാത്രയ്ക്കിടെ പല കാഴ്ചകൾ കണ്ടു. ഫുക്കറ്റിലെ കാർഷിക ഗ്രാമങ്ങൾ, നെൽവയലുകൾ, മുക്കുവ ഗ്രാമങ്ങൾ, നദിയോര കാഴ്ചകൾ, കിക്ക് ബോക്സിംഗ്, നാടൻ വീട്ടുപകരണങ്ങൾ, അതിനെല്ലാം ശേഷം ഇപ്പോൾ ഒരു ആനസവാരിയും. സഞ്ചാരികൾ ഗ്രാമങ്ങളിലൂടെ നടത്തുന്ന യാത്ര അവിസ്മരണീയമാകുന്നത് ഇതെല്ലാം കൊണ്ടു തന്നെയാണ്.
എനിക്കുള്ള ആനയാണ് ഈ വരുന്നത്. ആനപ്പുറത്തിരുന്നുള്ള ഷൂട്ടിംഗ് ഏതു വിധമായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മാത്രമേ ആശങ്കയുള്ളൂ. ഏതായാലും ആനപ്പുറത്ത് കയറി. ആനക്കാരന്റെ പുറം ഭാഗമാണ് പ്രധാനമായും ക്യാമറയിൽ പതിയുന്ന ദൃശ്യം. ആനപ്പുറത്തിരുന്ന് ഇറക്കമിറങ്ങുക എന്നത് ദുഷ്കരമായ ഒരു ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാര്യത്തിൽ ആനയേക്കാൾ ബുദ്ധിമുട്ടുന്നത് ആനപ്പുറത്തിരിക്കുന്നയാളാണ്. ആനകൾക്കുള്ള തീറ്റയുമായി ഒരു കുഞ്ഞൻ വണ്ടി കയറി വരുന്നു. 20ഓളം ആനകളുണ്ട് ഐലൻഡ് സഫാരി ടൂർ കമ്പനിക്ക്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗ്രാമവഴികളിലൂടെ ആനപ്പുറത്ത് രസകരമായ ഒരു യാത്ര. കുറച്ചു ദൂരം പോയപ്പോൾ ആനസവാരിയിലെ ഒരു തന്ത്രം എനിക്ക് പിടികിട്ടി. ആന കുലുങ്ങുമ്പോൾ പുറത്തിരിക്കുന്നയാളും അക്കൂടെയൊന്ന് കുലുങ്ങിയാൽ മതി. അതല്ലാതെ ബലം പിടിച്ചിരുന്നാൽ യാത്ര ദുഷ്കരമാവും. ഇവിടെ നിന്നും കുന്നുകയറി ഗ്രാമവഴിയിലൂടെയെല്ലാം പോകണം. ഏതാണ്ട് 3/4 മണിക്കൂർ നേരം ആനപ്പുറത്തു തന്നെയാവും യാത്ര. മുൻപ് തായ്ലൻഡിലെ ചിയാങ് മൈ എന്ന സ്ഥലത്ത് പോയപ്പോൾ ഇത്തരമൊരു ആനസവാരി നടത്തിയത് ഓർമ്മ വരുന്നു. ആനകളുടെ ഫുട്ബോളും മറ്റ് അഭ്യാസ പ്രകടനങ്ങളുമെല്ലാം ക്യാമറയിൽ പകർത്തുകയുണ്ടായി അന്ന്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആനകളെ ഉപയോഗിക്കുന്ന ഒരു രാജ്യം തായ്ലൻഡ് ആയിരിക്കും. തടി പിടിക്കാൻ മാത്രമല്ല, ടൂറിസത്തിനു വേണ്ടിയും ഇവയെ വലിയ തോതിൽ ഉപയോഗിച്ചു വരുന്നു. ഇവിടെ ആനയ്ക്കുള്ള വാഴപ്പഴം കിട്ടും. ഈ സ്ത്രീക്ക് പണം നൽകി പഴം വാങ്ങി ആനയ്ക്ക് നൽകാം. പക്ഷേ ആ കച്ചവടത്തോട് അധികം പേർക്ക് താല്പര്യമുള്ളതായി തോന്നിയില്ല. വലിയൊരു ആനജാഥയുടെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ എന്റെ ചിന്ത തായ്ലൻഡിൽ നടക്കുന്ന ആന പീഡനത്തെക്കുറിച്ചാണ്. അടുത്ത കാലത്ത് ലോകം മുഴുവൻ ചർച്ചയായ സംഗതിയാണത്. പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളുമെല്ലാം ഏറ്റുപിടിച്ച സംഭവം. അതോടെ ആനകളെ ഉപയോഗിക്കുന്നതിൽ ഇവിടെ ചില നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ അത്ര പ്രബുദ്ധരൊന്നുമല്ല തായ്ലൻഡിലെ ജനങ്ങൾ. അത്രയും വിദ്യാഭ്യാസമില്ല, അത്രയും ചിന്തയില്ല, അത്രയും വായനയുമില്ല. തായ്ലൻഡിലെ ടൂറിസം പോലും വഴിവിട്ട രീതിയിൽ നീങ്ങിയതിന് കാരണം പ്രബുദ്ധരായവരും ചോദ്യം ചെയ്യുന്ന ശീലമുള്ളവരുമായ ഒരു സമൂഹം ഇവിടെയില്ല എന്നതു തന്നെയാണ്. ഒരു മൈതാനം പോലുള്ള ഭാഗത്ത് യാത്രികരെല്ലാം ആനപ്പുറത്തു നിന്നിറങ്ങി. ഇവിടെ ഇനി ചെറിയൊരു ഷോ നടക്കാൻ പോവുകയാണ്. ആളുകൾ ഗാലറിയിൽ നിരന്നു കഴിഞ്ഞു. ചില തമാശ പരിപാടികളെല്ലാം ഈ ആനകളെ കൊണ്ട് ചെയ്യിക്കും. കുറുമ്പന്മാരായ 2 കുട്ടിയാനകൾ. ഈ പൗലിയനിൽ വാഴപ്പഴം വാങ്ങാൻ കിട്ടും. ആനകൾക്ക് ഇഷ്ടമുള്ളൊരു ഭോജ്യമാണത്. ആനകൾ പ്രകടനങ്ങൾ തുടങ്ങി. കാണികൾ ഒരു വാഴപ്പഴം നൽകിയാൽ ആനകൾ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിക്കും. നിലത്ത് കുത്തിയിരിക്കും, കാലിന്മേൽ കാൽ കയറ്റി വച്ചിരിക്കും. എല്ലാറ്റിനും പ്രചോദനം വാഴപ്പഴമാണ്. ഇവിടെ ഫുട്ബോൾ കളി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ കിക്ക് തന്നെ ആന ഗോളാക്കിയിരിക്കുന്നു. അടുത്തത് പക്ഷേ ഗോളി പിടിച്ചെടുത്തു. ഇനി ആന 2 കാലിൽ നിൽക്കുന്ന പ്രകടനമാണ്. മൈതാനത്തു നിന്നും അല്പം ഉയർത്തി തറ കെട്ടിവച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ കുട്ടിയാനകൾ കയറി. പിന്നെ 2 കാലുകളിൽ ശരീരത്തെ ഒന്ന് ബാലൻസ് ചെയ്തു നിൽക്കുന്നു. നിരന്തരമായി പരിശീലിപ്പിച്ചാണ് ഇതൊക്കെ ആനയെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത്തരം ചെറിയ പരിപാടികൾ പോലും പഠിച്ചെടുക്കാൻ ആനകൾ സഹിച്ച പീഡനം എത്രയായിരിക്കുമെന്നാണ് അത് കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അടുത്തതായി സൂചി എറിഞ്ഞ് ബലൂൺ പൊട്ടിക്കലാണ്. 1-2 ബലൂൺ അവൻ പൊട്ടിച്ചു. ഓരോ ഇനം കഴിയുമ്പോഴും വാഴയ്ക്ക വാങ്ങാൻ ആനകൾ പൗലിനിലേക്ക് വരും. അതാണ് ഇവരുടെ പ്രചോദനം. ചെറിയ വാഴയ്ക്കയ്ക്ക് വേണ്ടിയാണ് ഇവർ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നതെന്നും പറയാം. ഒരാൾ ഇവിടെ മൗത്ത് ഓർഗൻ വായിക്കുകയാണ്. മൗത്ത് ഓർഗൻ മൂക്കിൻ തുമ്പുകൊണ്ടാണ് വായിക്കുന്നതെന്നു മാത്രം. അടുത്തതായി മറ്റൊരു അഭ്യാസം തുടങ്ങുകയാണ്.
ഞങ്ങളുടെ ടൂർ സംഘത്തിലുള്ള ഒരു ചൈനീസ് വംശജൻ തന്നെയാണ് ഈ പരിപാടികളുടെയെല്ലാം മുഖ്യ സഹകാരി. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ചൈനീസ് വംശജനാണ് ആൾ. ആനയുടെ മസാജാണ്. അല്പം റിസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ ആന മര്യാദക്കാരനായതിനാൽ അപകടമുണ്ടാവുന്നില്ല. കാലുകൊണ്ടും തുമ്പിക്കൈ കൊണ്ടുമെല്ലാം മസാജ് ചെയ്യുന്നു. ടൂറിസ്റ്റുകളെ രസിപ്പിക്കുന്നതിനായി ഇത്തരം ധാരാളം പരിപാടികൾ തായ്ലൻഡിലെങ്ങും അരങ്ങേറുന്നുണ്ട്. അടുത്തതായി മലർന്നു കിടന്നുള്ള മസാജാണ്. ഇതിനിടെ ചില കുസൃതികളൊക്കെ ഒപ്പിക്കും. അതാണ് ഈ പരിപാടിയിലെ തന്നെ രസകരമായ കാര്യം. കിടക്കുന്നയാളുടെ ഷോർട്സിനകത്തേക്ക് പാപ്പാന്മാർ 2 വാഴയ്ക്ക ഇട്ട് കൊടുക്കുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് അത് തപ്പിയെടുക്കുകയാണ്. ആളുകളെ ചിരിപ്പിക്കാനുള്ള ഒരു ചെറിയ കലാപരിപാടി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ആനയുടെ തിരുമ്മൽ കഴിഞ്ഞു. എണീറ്റ് പോകുമ്പോൾ ചൈനക്കാരനും സന്തോഷം. ഓരോ പരിപാടിയും കഴിയുമ്പോൾ ആനകൾ പൗലിനിലേക്ക് വന്ന വാഴയ്ക്ക കൈപ്പറ്റും. ഈ വാഴയ്ക്കയുടേത് പോലും ഇവിടെ നല്ലൊരു ബിസിനസ്സാണ്. ആന നേരിട്ട് വന്ന് കയ്യിൽ നിന്ന് വാങ്ങുമെന്നതിനാൽ കുട്ടികൾ 5ഉം 10ഉം ബാത്ത് നൽകി വാഴപ്പഴം വാങ്ങിവെക്കുന്നു. ആനകളുടെ പുറത്ത് നിരവധി സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈൽ വിരിച്ച് സുന്ദരമാക്കിയിട്ടുണ്ട് ഈ പരിസരം. പരമ്പരാഗത ഫുക്കറ്റ് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, റെസ്റ്റോറന്റുകളാണത്. ഞങ്ങളുടെ വില്ലേജ് ടൂർ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരം 6 മണിയായി. ഡിന്നറോടു കൂടിയാണ് വില്ലേജ് ടൂറിന്റെ സമാപനം. ഡിന്നർ ടൂറിന്റെ ഭാഗം തന്നെയാണ്. വിഭവസമൃദ്ധമായ അത്താഴം. തനി ഗ്രാമീണ തായ് ഭക്ഷണമാണ്. ചോറ്, മീൻ പൊരിച്ചത്, തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയ മീൻ കറി, അങ്ങനെ വിഭവങ്ങൾ പലതുണ്ട്. തായ് തനതു വിഭവങ്ങൾ അതീവ ആസ്വാദ്യമാണ്. നാട്ടിൻ പുറത്തുനിന്ന് ലഭിക്കുന്ന തായ് ഭക്ഷ്യവിഭവങ്ങളുടെ രുചിയൊന്ന് വേറെ. അങ്ങനെ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ മനസ്സും ഭക്ഷണം കൊണ്ട് നിറഞ്ഞ വയറുമായി തിരികെ വാഹനത്തിലേക്ക് നടക്കുകയാണ്. യുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പഴകിയ ചില വാഹനങ്ങൾ വഴിയോരത്ത് കാണാം. ഗ്രാമവഴിയിലൂടെ അല്പം ദൂരം നടക്കണം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്കെത്താൻ. നേരത്തെ കാളവണ്ടിയിൽ ഈ വഴിയൊക്കെ പോയതാണ്. പിക്കപ്പ് വാഹനത്തിൽ ഇനി തിരികെ പത്തോങ്ങിലേക്ക്. ഇതുവരെ കൂടെയുണ്ടായിരുന്ന ടൂർ ഗൈഡ് യാത്ര പറഞ്ഞ് പിരിയുന്നു. ഗ്രാമീണ മേഖലയിൽ എത്രയോ പേർ ഇന്നിവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ടൂർ ഗൈഡുകൾ മുതൽ കാളവണ്ടി തെളിക്കുന്നവർ വരെ അതിൽ ഉൾപ്പെടുന്നു. ഇനി നേരെ പത്തോങ്ങിലേക്കാണ് പോകുന്നത്. ഗ്രാമീണ മേഖലയിലൂടെ തന്നെയാണ് യാത്ര. ഈ ഗ്രാമപ്രദേശങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളുമെല്ലാം ഉണ്ട്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം വരുന്ന ആളുകളിൽ മാസങ്ങളോളം ഇവിടെ താമസിക്കുന്നവരുമുണ്ടെന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്നവരാണ് അവർ. ഉൾഗ്രാമങ്ങളിൽ ഒരു വീടിന്റെ ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസമാക്കിയിട്ടുള്ളവർ. മാസം 1000-ഓ 1500-ഓ ബാത്തായിരിക്കും അത്തരം വീടുകളിൽ വാടക. നമ്മുടെ 3000 രൂപയോളം വരും അത്. 6 മാസമോ 1 വർഷമോ 2-3 വർഷമോ ഇങ്ങനെ ഫുക്കറ്റിൽ താമസമാക്കുന്ന സായിപ്പുമാരുണ്ട്. അവർക്ക് വേണ്ടി ചെറിയ വീടുകളോ വീട്ടിലൊരു മുറിയോ ഇപ്പോൾ ഗ്രാമീണർ ഒരുക്കി വയ്ക്കുന്നു. ഫുക്കറ്റ് ദ്വീപിൽ 1,17,000 വിദേശികൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. ബർമ്മ, കംബോഡിയ, ലാവോസ് എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് അതിൽ 50%. ബാക്കിയുള്ളവരാകട്ടെ അമേരിക്കക്കാരും യൂറോപ്യരുമാണ്. ഇതിവിടുത്തെ വാങ് തലാങ് എന്ന ജം ഫാക്ടറിയും മ്യൂസിയവുമാണ്. ഫുക്കറ്റിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും വാങ് തലാങ് ആണ്. ഏകദേശം 40 മിനിറ്റിന്റെ യാത്രയുണ്ട് പത്തോങ്ങിലേക്ക്. സുനാമിക്ക് ശേഷം ഫുക്കറ്റ് ദ്വീപിലെ ഗതാഗത സൗകര്യങ്ങളെല്ലാം പുനരുദ്ധരിച്ചിരിക്കുന്നു. നല്ല പാതകൾ. ഫുക്കറ്റുകാരുടെ സാമ്പത്തിക സ്ഥിതി വർഷം തോറും ഉയരുകയാണ്. ടൂറിസം തന്നെയാണ് അതിന്റെ കാരണം. പട്ടണങ്ങളിലെ ആളുകളുടെ ജീവിത നിലവാരത്തിന് ഗ്രാമീണരുടേതുമായി വലിയ അന്തരമുണ്ടെങ്കിലും പൊതുവെ സാമ്പത്തിക നില നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ പത്തോങ് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു.
പത്തോങ്ങിലെ നൈറ്റ് മാർക്കറ്റാണ് ഇടതുവശത്ത് കാണുന്നത്. ഈ നൈറ്റ് മാർക്കറ്റ് സന്ദർശിക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിഗംഭീരമായ തായ് ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമാണിത്. ഭക്ഷ്യോത്സവത്തിൻ്റെ വേദി. പത്തോങ്ങിൽ വണ്ടി ഇറങ്ങി. ഇനി ഹോട്ടലിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷാവണം. പകൽ മുഴുവൻ കൊടും ചൂടും വെയിലുമേറ്റുള്ള യാത്രകളായിരുന്നല്ലോ. ആകെ വിയർത്തു കുളിച്ചിരിക്കുന്നു. ജുങ് സൈലോൺ മാളാണിത്. മാളിനുള്ളിൽ തന്നെയാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. ഹോട്ടലിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി പത്തോങ്ങിന്റെ ആഘോഷ കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു.